അടച്ചിട്ട് റൂമിന് മുന്നിൽ വെരുകിനെ പോലെ നടക്കുവാണ് ആദി. വെള്ളം തളിച്ചിട്ടും ക്ഷീണത്തോടെ മയങ്ങുന്ന ജാനുവിനെ കാണി ചിത്രാമ്മ പെട്ടെന്ന് തന്നെ ഫാമിലി ഡോക്ടറെ വിളിച്ചു. റൂമിനകത്ത് ജാനുവിനെ നോക്കുകയാണ് ഡോക്ടർ. കാര്യം എന്തെന്നറിയാതെ എല്ലാവർക്കും ടെൻഷനുണ്ടേലും വെപ്രാളം പിടിച്ച് തെക്ക് വടക്ക് നടക്കുന്ന ആദിയെ കണ്ണും പിടിച്ച് നോക്കി നിൽക്കുവാണവർ. അല്പസമയത്തിനു ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, പാറുവിനെന്താ പറ്റിയത്? ശ്വാസം പിടിച്ചുള്ള ചോദ്യം. ഹേയ്, ഡോണ്ട് വറി സർ, ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. അവനെ സമാധാനിപ്പിക്കാനെന്ന പോലെ പറയുന്നവരെ മനസ്സിലാവാതെ നോക്കി എല്ലാവരും. യെസ്, ഷീ വാസ് എ കെയറിങ്. വലിയ സന്തോഷത്തോടെ ഡോക്ടർ പറഞ്ഞതും ഇവിടെ പാരാ പടക്കം പൊട്ടിച്ചെന്ന എക്സ്പ്രഷൻ ആയിരുന്നു എല്ലാവർക്കും. ആദിയാണേൽ കേട്ട വാക്കുകൾ വീണ്ടും വീണ്ടും ഓർത്തു നോക്കി. എൻ്റെ കുഞ്ഞ്. അവൻ്റെ ഹൃദയം മന്ത്രിച്ചു. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൺഗ്രാറ്റ്സ് ഡാ. ആദിയെ മുറുക്കെ പുണർന്നു സായി. അഞ്ജുവിൻ്റെ മുഖവും സന്തോഷത്താൽ വിടർന്നു. മറ്റുള്ളവരാണേൽ കേട്ട വാർത്തയിൽ സന്തോഷിക്കണോ കരയണോ എന്നറിയാതെ എങ്ങനെ സംഭവിച്ചു എന്നോർത്ത് കിളി പോകണോ എന്ന ഗഹനമായ ചിന്തയിലാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചു മുന്നേ വരെ കീരിയും പാമ്പും കളിച്ച് നടന്നവർ ഇപ്പോൾ അച്ഛനും അമ്മയും ആകാൻ പോകുന്നെന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുമോ? ബട്ട് ഐ ക്യാൻ. ഡോക്ടറെ യാത്രയാക്കി ആദ്യം പെട്ടെന്ന് തന്നെ ജാനു കിടക്കുന്ന റൂമിലേക്ക് കയറി. ഉള്ള ബോധത്തിൽ അവൾക്ക് പിറകെ കയറിയ ഫാമിലി കെട്ടിപ്പിടിച്ചിരുന്ന് ചിരിച്ചുകൊണ്ട് കരയുന്നവരെ കാണി കുന്തം വിഴുങ്ങിയ പോലെ ഭിത്തിയിൽ ചാരി നിന്നു. അല്ലേലെ വെളിവും വെള്ളിയാഴ്ചയും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ, ഇൻക്ലൂഡിങ് ചിത്രാമ്മ. ആദ്യം ജാനുവും തമ്മിൽ എന്തോ കണക്ഷൻ ഈയിടെയായി ചിത്രാമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എങ്കിലും കാര്യങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് നീക്കുപോക്കുണ്ടാവുമെന്ന് അവരും കരുതിയില്ല. ഇറ്റ്സ് എ ക്വിക്ക് നാച്ചുറൽ. അങ്ങനെ സംഭവബഹുലമായ സന്തോഷ കണ്ണീരിനു ശേഷം കെട്ടിപ്പിടിച്ചിരുന്നവർ മുഖം ഉയർത്തിയപ്പോഴാണ് മുന്നിൽ ഭിത്തിയിൽ ചാരി നിൽക്കുന്നവരെ കാണുന്നത്. ജാനുവാണിൽ നാവ് കടിച്ച് കണ്ണുറടച്ച് ആദിയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. ആദി എല്ലാവരെയും ഒന്ന് നോക്കി. ആരുമോളി താൻ പഠിച്ച ബയോളജിയും കെമിസ്ട്രിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന തിരക്കിലാണ്. ലക്കിയുടെ മുഖത്ത് വാട്ട് എ മെഡിക്കൽ മിറാക്കിൾ. മുത്തുവാണയിൽ അന്തരീക്ഷത്തിൽ എന്തൊക്കെയോ എഴുതിക്കൂട്ടും, മാച്ച് കളയും, വീണ്ടും എഴുതും, പിന്നെയും വായിക്കും. നെക്സ്റ്റ് ഐഷ്യൂ. പാവം ഐഷുമ്മ ബയോളജിയും സുവോളജിയും ബോട്ടണിയും ഒന്നും നോക്കിയില്ല. എല്ലാം ദൈവത്തിൻ്റെ മണ്ടയ്ക്ക്. തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവല്ലോ. നമ്മുടെ വർമ്മയ്ക്ക് പിന്നെ നീ എൻ്റെ മോൻ തന്നെ എന്ന ഭാവമായിരുന്നു. ചിത്രാമ്മ ഇരുവരെയും അപാര സ്കാനിംഗ് ആണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആദ്യം ജാനുവും പറഞ്ഞത് അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു. ഇത്രയും നേരം ഞാൻ മിണ്ടാതെ നിന്നു. അപ്പം എല്ലാം കൂടെ എൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നു. മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവളെ വിവാഹം ചെയ്തു. ശരിയാണ് എന്ന് കരുതി പിറ്റേന്ന് തന്നെ ഡിവോഴ്സ് ചെയ്യാൻ ഞാനെന്താ നിങ്ങളുടെയൊക്കെ പാവയാണെന്ന് വിചാരിച്ചോ? അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഡിവോഴ്സ് നടക്കില്ലെന്നാണോ? അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ഇന്ന് തന്നെ അപ്പീൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. ജാനകി എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ 1 വർഷം കഴിയാതെ ഡിവോഴ്സ് ചെയ്യാനും ഞാൻ സമ്മതിക്കില്ല. ഞാൻ തിരികെ നാട്ടിലേക്ക് പോവുകയാണ് മുത്തു, എന്നേക്കുമായി. അമ്മ, അത് പെട്ടെന്ന് തീരുമാനിച്ചതൊന്നുമല്ല. എന്നായാലും ഞാനും ദേവേട്ടൻ പിരിയാനുള്ളവരല്ലേ. ഇനിയും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. തടയരുതെന്നെ. മോളെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ചിത്രാമ്മ പൂർത്തിയാക്കാൻ കഴിയാതെ നിന്നു. വേണ്ടമ്മ, ശരിയാകില്ല. ശരിയാ, ഞാൻ ഇവിടുന്ന് പോയതാണെന്ന് കരുതി എല്ലാം ഉപേക്ഷിച്ച് പോയെന്ന് കരുതാൻ ആര് പറഞ്ഞു? പിന്നെ പറഞ്ഞ വാക്കല്ലേ മാറ്റി പറയാൻ പറ്റൂ. അല്ലാതെ ചെയ്ത പ്രവൃത്തി അത് മാറ്റി ചെയ്യാൻ പറ്റില്ലല്ലോ. സോ എനിക്ക് തോന്നി ഞാൻ ഇറങ്ങിപ്പോയി. ഇപ്പം എനിക്ക് തോന്നി ഞാൻ തിരിച്ചു വന്നു. ആദിദേവിൻ്റെ ഭാര്യയായിരിക്കെ ഇവിടേക്ക് വരാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. ആദിയും ജാനുവും പറഞ്ഞ ഓരോ വാക്കുകളും ചിത്രാമ്മയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ഹാളിലെ സോഫയിൽ ഇരിക്കുകയാണ് എല്ലാവരും. ഇതിനിടയിൽ മുത്തുവും ചിത്രാമ്മയും ഐഷവും വർമ്മയും ആരുവും ലക്കിയും എല്ലാം ജാനുവിനെ ചേർത്ത് പിടിച്ചിരുന്നു. ഇപ്പോൾ ആദിയിൽ നിന്നും ഒരു സ്റ്റോറി കൂടെ കേൾക്കാനുള്ള തയ്യാറെടുപ്പിലാണവർ. ജാനുവിനെ തൻ്റെ മാറിൽ ഒതുക്കി പിടിച്ച് ആദി പറഞ്ഞു തുടങ്ങി. വർഷങ്ങളായുള്ള പ്രണയമാണ് എനിക്കെൻ്റെ പാറു ജാനുവിനോട്. ഞാൻ പ്രണയിച്ചിരുന്നു എന്നറിയില്ല എങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ പപ്പയ്ക്കറിയാം. അത് കേട്ടതും എല്ലാവരും വർമ്മയെ ഇരുത്തി നോക്കി. അമ്മ ഓർക്കുന്നുണ്ടോ, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ നമ്മുടെ കമ്പനി കാര്യമുണ്ടായ ഏതൊരു വില്ലേജ് ഇഷ്യൂ പരിഹരിക്കാൻ ഞാൻ പോയത്. അന്ന് ഞാനും വാശി പിടിച്ച് അച്ഛനൊപ്പം പോയിരുന്നു. ആദിയുടെ വാക്കുകൾ കേട്ടതും അത് ഇഷ്യൂ ഓർമ്മയിൽ പരതി. ആ, ഓർക്കുന്നുണ്ട്. ഒരു ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞല്ലേ വന്നത്. അതിനാദ്യ തലയാട്ടി.
അന്ന് ഞങ്ങൾ ജാനുവിൻ്റെ ഗ്രാമത്തിലായിരുന്നു പോയിരുന്നത്. അത് കേട്ട് എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി. ഇവളുടെ അച്ഛനാണ് പപ്പയെ വില്ലേജ് ഇഷ്യൂ അറിയിച്ചത്. ഒരു ദിവസത്തേക്ക് പോയതായിരുന്നേലും സമരവും തുടർന്നുള്ള പ്രശ്നങ്ങളും കാരണം അവിടെ ലോക്കായി പോയി. ആ സമയത്ത് വിശ്വനെങ്കിൽ ജാനുവിൻ്റെ അച്ഛൻ നിർബന്ധിച്ച് ഞങ്ങളെ അവിടെ താമസിപ്പിച്ചു. വൈദേഹി ആൻറ്റിയും ഒത്തിരി സ്നേഹത്തോടെ പെരുമാറി. ആ വീട്ടിൽ വെച്ചാണ് ആദ്യമായി ഞാൻ ഈ കാന്താരിയെ കാണുന്നത്. 3.5 വയസ്സുള്ള ഉണ്ടാപ്പി വാവ, അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വാവ. ആൻറ്റി വിളി ജാനൂട്ടി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്കിൾ ഉണ്ടാപ്പി എന്നും പാറു എന്നൊക്കെ വിളിച്ചു കേട്ടിരുന്നു. ആദ്യമൊന്നും ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ലെങ്കിലും തേത്ത എന്ന് വിളിച്ച് എൻ്റെ പിറകെ നടന്ന് മാറാതെ നടക്കുന്ന വാവയെ ഞാനും ശ്രദ്ധിച്ചു തുടങ്ങി. കളിക്കാൻ കൂട്ടിന് വരെ അവളോടൊപ്പം കൂടി. കുഞ്ഞിക്കൈയൊക്കെ ചുരുട്ടി കാണിച്ചു വാ തോരാതെ കാര്യം പറയുന്നവൾക്ക് ഞാനൊരു കേൾവിക്കാരനായി മാറി. അങ്ങനെ ഇവൾ ഏത് സമയവും എനിക്കൊപ്പം നിന്നപ്പോൾ ഞാനും അവളിൽ അത്രമേൽ ഇഴകിച്ചേർന്നു. അന്ന് എനിക്ക് വെറും 10 വയസ്സ്, പാറുവിന് 3.5. എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ഏതു തരത്തിലെന്ന് ചിന്തിക്കാൻ കഴിയുന്ന പ്രായമല്ലല്ലോ. പക്ഷേ അവളോട് എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട് എന്ന് മാത്രം എനിക്കറിയാമായിരുന്നു. അങ്ങനെ 1.5 ആഴ്ചകൾക്ക് ശേഷം തിരികെ വരുമ്പോൾ എന്നെ വിടാതെ അലറി വിളിച്ച് കരഞ്ഞു എൻ്റെ പാറൂട്ടി. അവളുടെ കണ്ണുനീർത്തുള്ളികൾ തുടച്ചു നീക്കി തേത്ത വേഗം വരുമെന്നും വാവയെ കൊണ്ടുപോവാമെന്നും വാക്ക് കൊടുത്തു. സങ്കടത്തോടെയാണ് ഞാൻ മടങ്ങി വന്നത്. ആരോടുമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്നും ഞാൻ അവളെ ഓർക്കുമായിരുന്നു. അവളെ പോയി കാണാൻ ആഗ്രഹിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് പപ്പ കാണിക്കുന്ന അകൽച്ചകൾ എൻ്റെ ശ്രദ്ധ തിരിച്ചു. കാരണം പപ്പയുടെ സഹായമില്ലാതെ സ്വയം തേടി പോകാനുള്ള കഴിവ് അവനില്ലായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. മാറ്റമില്ലാതെ പാറൂട്ടിയുടെ കുഞ്ഞുമുഖം മനസ്സിൽ ക്ഷോഭയോടെ നിന്നു. കോളേജിൽ പ്രണയം പറഞ്ഞു വരുന്നവരെ ഇവളുടെ മുഖമോർത്ത് ഒഴിവാക്കി. പ്രണയമെന്നൊന്നും അപ്പോഴും ഞാൻ ചിന്തിച്ചില്ല. അവൾ എനിക്കൊപ്പം വേണമെന്ന് മാത്രം ചിന്തിച്ചു. ബിസിനസ്സിൽ കയറിയ ആയിടയ്ക്ക് ഞാൻ പാറൂട്ടിയെ കാണാൻ പോയിരുന്നു. അന്നേരമാണ് അറിഞ്ഞത് വിശ്വങ്കിലും ആൻറ്റിയും മരണപ്പെട്ട വിവരം. അതേ തുടർന്ന് അവളുടെ ബന്ധുക്കൾ അവളെ കൊണ്ടുപോയെന്നും തകർന്നു പോയി ഞാൻ. അവളെ ഒന്ന് കാണാൻ കൂടി കഴിയാത്തതിൻ്റെ വേദന കൂട്ടി. ഇവിടെ പോയി തിരിയും അവളിപ്പോൾ ഏതവസ്ഥയിലായിരിക്കും ഒന്നും അറിയില്ല. അന്ന് തിരിച്ചറിഞ്ഞു ഞാൻ എൻ്റെ പ്രണയം, ജാനകിയോടുള്ള ആദിദേവിൻ്റെ പ്രണയം. ഒരുപാട് അന്വേഷിച്ചു. ഇടയ്ക്ക് വെച്ച് മാളുകൂടി ജീവിതത്തിലേക്ക് കടന്നു വന്നു. കൂടെ പപ്പയുടെ അവഗണനയും ഒഴിഞ്ഞു മാറ്റവും. മാളുവിൻ്റെ മരണം, അച്ഛന് നേരെയുള്ള തെളിവുകളെല്ലാം എന്നിലെ പ്രണയം ഉള്ളിൽ അടിച്ചമർത്തി. അപ്രതീക്ഷിതമായി നടന്ന ഇൻ്റർവ്യൂ, അതിലെൻ്റെ PA ആയി വന്ന് ജാനകിയോട് ബയോഡാറ്റ നോക്കിയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ പാറുവിനെ. പക്ഷേ അപ്പോഴേക്കും ഞാനൊരു ചെങ്ങലയിൽ കുടുങ്ങിപ്പോയിരുന്നു. അതെൻ്റെ പ്രണയത്തെ എന്നിൽ തന്നെ തളച്ചു. അവൾക്കെന്നെ മനസ്സിലായിട്ടില്ല എന്നതെന്നെ ആശ്വസിപ്പിച്ചു. കൺമുന്നിൽ അവൾ നിന്നിട്ടും മുഖം തിരിക്കേണ്ടി വന്നു എനിക്ക്. പക്ഷേ വിധിയാൽ നടന്ന മാംഗല്യം സന്തോഷിക്കാനുള്ള പറയുമ്പോൾ സാഹചര്യം എതിർത്തു. അന്നവിടെ കണ്ട ഫോട്ടോ വഴി പപ്പ ജാനുവിനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നല്ലോ പപ്പ. അവൾക്കൊരു പ്രതീക്ഷയും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. വഴക്ക് കൂടി തള്ളിപിടിച്ചു. പക്ഷേ അപ്പോഴേക്കും അവൾ അറിയാതെ അവളെ ഞാൻ സ്നേഹിച്ചു. ഇതിനിടയിൽ പപ്പയെ ഫോളോ ചെയ്ത് ഞാൻ സത്യങ്ങൾ ഓരോന്നായി അറിഞ്ഞു. എല്ലാത്തിനും അവസാനം കുറിക്കാൻ വേണ്ടി അച്ചുവുമായി നടത്തിയ പ്രണയ നാടകം അത് സത്യമാണെന്ന് കരുതി ഇവളന്ന് ഇവിടെ നിറങ്ങി. പക്ഷേ അങ്ങനെ വിടാൻ കഴിയില്ലല്ലോ, എൻ്റെ പെണ്ണല്ലേ. ഞാൻ ഏർപ്പാടാക്കിയ ആളുകൾ ഇവളെ മറ്റൊരിടത്തേക്ക് മാറ്റി. 3 ദിവസം. അത് കഴിഞ്ഞ് അവൾക്ക് മുന്നിൽ പോയി സത്യങ്ങളെല്ലാം പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ ജീവിച്ചു തുടങ്ങി. ഇതിനിടയിൽ ലച്ചുവപ്പച്ചിയെ കാണാൻ നാട്ടിലും പോയിരുന്നു. എൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവൾ ഇവിടേക്ക് തിരികെ വന്നത്. ചിത്രാമ്മയോടെങ്കിലും സത്യം പറയണമെന്ന് അവൾ പറഞ്ഞിരുന്നുവെങ്കിലും സാഹചര്യം പ്രതികൂലമായതിനാൽ കഴിഞ്ഞില്ല. ഒടുക്കമെല്ലാം അവസാനിച്ചു. ഞാൻ പ്രണയിച്ച എൻ്റെ പാറു എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി. ആദിയുടെ വാക്കുകൾ അവരുടെ ജീവിതമായിരുന്നു. അന്നേരം ജാനുവിൻ്റെ ഉള്ളിൽ തൻ്റെ അച്ഛനും അമ്മയും നിറഞ്ഞു നിന്നു. സങ്കടം തോന്നി അവൾക്ക്. അതറിഞ്ഞവൻ അവളെ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചു. മറ്റുള്ളവർ നിറഞ്ഞ മനസ്സോടെ അവരെ നോക്കിയിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ചെയ്ത ക്രൂരതകൾക്ക് ഫലമായി അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോകുന്ന വഴി സുരേഷും ഹേമന്തും സഞ്ചരിച്ച പോലീസ് വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു. ആക്സിഡന്റിലൂടെ ഇരുവരും ജീവൻ വെടിഞ്ഞു. അതായിരുന്നു വിധി അവർക്കായി കരുതിയത്. അച്ഛവുമായി റാണി ഒരു വാടക വീട്ടിലേക്ക് മാറി. എത്രയൊക്കെ പറഞ്ഞാലും സ്വത്തിനോടുള്ള ആർത്തിയൊഴിച്ച് അവർ നല്ലൊരു ഭാര്യയായിരുന്നു. തൻ്റെ ഭർത്താവും മകളും തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. സുരേഷിൻ്റെ മരണവാർത്ത പോലും അവരെ ബാധിച്ചിരുന്നില്ല.
അത്രത്തോളം അവർ അയാളെ വെറുത്തുപോയി. തൻ്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്ന അച്ഛൻ ഇനിയില്ല എന്നത് അച്ചുവിനെ മാനസികമായി തളർത്തി. അവളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായി വർക്ക് ചെയ്യുന്നു. നാട്ടിലെ സകല തമ്മാടിത്തരവും കൈമുതലാക്കി നടക്കുന്ന വിഷ്ണുവുമായി അവൾ പ്രണയത്തിലാവുകയും ഇന്നിരുവരും വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നു. എന്നാൽ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു അച്ചുവിന് പിന്നീട് അനുഭവിക്കേണ്ടി വന്നത്. അയാൾ വളരെ മോശം ആളായിരുന്നു. അതിനനുസരിച്ച് അച്ചുവൻ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ടും അവളിലെ അസൂയയ്ക്കും ദുഷ്ടതകൾക്കുമൊന്നും ഇന്നും മാറ്റം വന്നിട്ടില്ല. അച്ചുകൂടെ പോയതും തനിയായ റാണി ഒരു ഓൾഡ് ഏജ് ഹോമിൽ അഭയം തേടി. അവരെക്കുറിച്ച് ആരും തന്നെ അന്വേഷിച്ചിരുന്നില്ല, മുത്തുപോലും. കാരണം അവർ അനുഭവിക്കുന്ന ഓരോന്നും അവരുടെ കർമ്മഫലം മാത്രമായിരുന്നു. മകൻ മരിച്ചതറിഞ്ഞ് ശിവകാമി പൂർണ്ണമായും സ്വബോധം നഷ്ടപ്പെട്ട് ഒരു മെൻ്റൽ ആശ്രമത്തിലെത്തി. ജാനു പ്രഗ്നൻ്റായി 6 മാസങ്ങളായപ്പോഴേക്കും ദോഷങ്ങളെല്ലാം മാറി നല്ലൊരു മുഹൂർത്തത്തിൽ സായി അവൻ്റെ പ്രണയത്തായി അഞ്ജലിയെ സ്വന്തമാക്കി. കൂട്ടുകാരനോടുള്ള സ്നേഹത്താൽ സായിയുടെ കഠിന പരിശ്രമത്തിലൂടെ വിവാഹം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും അഞ്ജു പ്രഗ്നൻ്റായി. അതോടെ ആയപ്പോൾ മനുഷ്യനിൽ ആഘോഷമായി മാറി. ജാനുവിന് അന്നും ഇന്നും ചിത്രാമ്മയോട് വല്ലാത്ത ആത്മബന്ധമുണ്ടായിരുന്നു. സ്വന്തം അമ്മയോടെന്ന പോലെ ഇടയ്ക്ക് വെച്ച് അച്ചുവിൻ്റെ മുത്തശ്ശി മരിച്ചതും ഭാര്യമാരുടെ ആഗ്രഹം മനസ്സിലാക്കി ആദ്യം സായിയും കൂടെ നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ലക്ഷ്മിനെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ മാൻഷനിലെയും പാലസിലെയും അംഗമാണ് ലക്ഷ്മി. ആദ്യം തന്നെ പാറുവിനും പിറക്കാനിരിക്കുന്ന പൊന്നോമനയ്ക്കും വേണ്ടിയായിരുന്നു ഓരോ നിമിഷവും ജീവിച്ചത്. ആദ്യകാലങ്ങളിൽ അകന്നിരിക്കേണ്ടി വന്ന എല്ലാ പരിഭവങ്ങളും അവർ സ്നേഹിച്ചു തീർത്തു. അറിയാതെയാണെങ്കിലും ജാനുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആക്സിഡൻ്റ് ഉണ്ടാവാൻ കാരണം സുരേഷാണെന്നും അയാൾ കണ്ടിട്ടും കാണാതെ പോകുന്നതിന് പകരം അയാളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്ന് അവൻ പറഞ്ഞില്ല. കാരണം പഴയതെല്ലാം പറഞ്ഞ് വീണ്ടും അവളെ വേദനിപ്പിക്കാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. 9 മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുക്കം മരണവേദനയ്ക്ക് സമാനം സഹിച്ച് ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ജാനു. ദക്ഷ് ദേവ് വർമ്മ എന്ന കണ്ണൻ ആദിയുടെ ഫോട്ടോസ്റ്റാറ്റാണ്. അതേ രൂപം, ദേഷ്യം, വാശി, സ്നേഹം, അങ്ങനെയെല്ലാം. കണ്ണൻ ജനിച്ചൊരു വർഷം കഴിഞ്ഞതും അവന് കൂട്ടായി കിച്ചുവിൻ്റെയും അഞ്ജുവിൻ്റെയും മകൻ അർജുൻ കൃഷ്ണ എന്ന അജു ഭൂമിയിലേക്ക് വന്നു. അച്ഛനമ്മമാരെ പോലെ തന്നെ ഇരുവരും കുഞ്ഞുനാൾ മുതൽക്ക് ചങ്കും കരളുമായി. കണ്ണൻ ആദിയെ പോലെ തന്നെ വെട്ടൊന്ന് മുറി 2 എന്ന ഭാവമാണേൽ അജുവിന് സ്വതവേ ശാന്തഭാവമാണ്. ഡെലിവറി കഴിഞ്ഞതും ജാനുവും മഞ്ജുവും കൂടെ വീട് തിരിച്ചു വെച്ചെന്ന് വേണം പറയാൻ. അവസാനം സഹികെട്ട് കണ്ണനെയും അജുവിനെയും വീട്ടിലേൽപ്പിച്ച് ഭാര്യമാരെ പൊക്കിക്കൊണ്ട് ഓഫീസിലേക്ക് പോയി ആദിയും സായിയും. അമ്മയെ പോലെ തന്നെ കണ്ണനും ചിത്രാമ്മയോട് പ്രത്യേകിച്ചൊരടുപ്പമുണ്ട്. അതിനാൽ എത്ര ദേഷ്യമുണ്ടെങ്കിലും ആര് പറഞ്ഞാലും കേട്ടില്ലെങ്കിലും ചിത്രാമ്മ പറഞ്ഞ അവൻ അടങ്ങും. അജുവിനെ അത്ര കുഴപ്പമില്ല. കണ്ണൻ എവിടെയാണോ അവിടെയാണവൻ. ലക്കിപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ സർജനാണ്. ആരുവിൻ്റെ വിവാഹം ആദിയുടെ ഫ്രണ്ട് രാമുമായി കഴിഞ്ഞു. പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. അവർക്കും ഒരു മകൻ അഭിമന്യു എന്ന മനു. ആരു MBA കഴിഞ്ഞ് ആദിക്കൊപ്പം ഓഫീസിൽ പോകുന്നുണ്ട്. റാം മാൻഷന് നേരെ ഓപ്പോസിറ്റ് ഒരു വില്ല വാങ്ങി. ഇപ്പോൾ അവർ അവിടെയാണ്. കണ്ണൻ, അജു, മനു ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എന്നിരുന്നാലും കണ്ണനും അജുവിനും ഇടയ്ക്ക് ഇൻവിസിബിൾ ബോണ്ടുണ്ട്. മുത്തുവാണ് പിള്ളേരുടെ ക്രൈം പാർട്ട്ണർ. ചിത്രാമ്മ പിള്ളേർക്കെല്ലാം ചിത്തമ്മയാണ്. ഗ്രാൻഡ് പാരൻസ് എല്ലാവരും ചെറുമക്കൾക്കൊപ്പം സുഖജീവിതം, സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ജീവിതങ്ങൾ. 10 വർഷങ്ങൾക്ക് ശേഷം ഈ 10 വർഷങ്ങൾക്കിടയിൽ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ എല്ലാവരുടെയും ജീവിതങ്ങളിലും സംഭവിച്ചു. ഏറ്റവും വേദനാജനകമായ ഒന്നായിരുന്നു മുത്തുവിൻ്റെ വിയോഗം. വിധി അനുവദിച്ച ആയുസ് സന്തോഷത്തോടെ ജീവിച്ചു തീർത്ത ശേഷം ശാശ്വത മരണം നേടിയവർ. ക്രിസ്റ്റൽ മാൻഷനിലുള്ളവരും പാലസിലുള്ളവരും റാമും ആരുവും മനുക്കുട്ടനും എല്ലാവരും കൂടെ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലേക്ക് താമസം മാറി. ക്രിസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡ് ഓഫീസ് നാട്ടിലേക്ക് മാറ്റി. റാമും നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി. ആദിയുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് ഒരു ട്രഡീഷണൽ തറവാട് മോഡൽ 4 കെട്ട് കൺസ്ട്രക്ട് ചെയ്ത് അവിടെയാണ് എല്ലാവരും താമസിക്കുന്നത്. കൈലാസം. ചിത്രാമ്മയുടെ സജഷനാണ് ഈ പേര്. മുത്തുവിൻ്റെ സ്ഥാനമാണിപ്പോൾ ചിത്രാമ്മയ്ക്ക്. ഇന്നും ചിത്രാമ്മ സ്റ്റിൽ സിംഗിളാണ്. അതിന് കാരണം ആർക്കും തന്നെ അറിയില്ല. നാളുകൾക്ക് ശേഷം ബീച്ചിൽ വന്നതാണ് കൈലാസത്തിലുള്ളവർ. കണ്ണൻ, അജു, മനു ഒക്കെ +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഇത്തവണ കൈലാസത്തിൽ നിന്ന് പുതിയ 3 കുഞ്ഞുമണികൾ കൂടെയുണ്ട്.
ആദിയുടെയും അവൻ്റെ പാറുവിൻ്റെയും 9 വയസ്സുള്ള ഇരട്ട കുട്ടികൾ, ദേവഭദ്ര എന്ന ഭദ്രയും ദേവാത്മിക എന്ന ആമിയും. സായുവിൻ്റെയും അജുവിൻ്റെയും 10 വയസ്സുകാരിയായ മകൾ ദേവതീർത്ഥ എന്ന തത്തയും. ഭദ്ര ഒരു പുലിക്കുട്ടിയാണ്. എടിയെന്ന് വിളിച്ച നീ പോടാ എന്നായിരിക്കും അവളുടെ മറുപടി. പപ്പയും ചേട്ടനുമാണ് അവളുടെ ഹീറോ. ആമി ഒരു പാവം പൂച്ചക്കുഞ്ഞാണ്. നിഷ്കളങ്കതയും നന്മയും മാത്രം നിറഞ്ഞവൾ. പക്ഷേ ഒരു പരീക്ഷണം പോലെ അവൾക്ക് ശബ്ദം കൊടുത്തില്ല ദൈവം. പക്ഷേ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ 100 നാവുകളുണ്ടായിരുന്നു, പൊതിഞ്ഞു പിടിക്കാൻ ഒരുപാട് കരങ്ങളും. ഏട്ടൻ്റെയും പപ്പയുടെയും ചെല്ലക്കുട്ടിയായിരുന്നു തത്ത. പേര് പോലെ തന്നെയാണ് ആളും, കുറുമ്പിൻ്റെ ഉപജ്ഞാതാവ്. ഒരു നിമിഷം അടങ്ങിയിരിക്കാൻ പോലും പറ്റില്ല. ഒന്നെങ്കിൽ മാവിൻ്റെ മണ്ടയ്ക്ക്, അല്ലെങ്കിൽ പേരയുടെ മൂട്ടിൽ, അല്ലെങ്കിൽ ചാമ്പയുടെ ചുവട്ടിൽ. ആസ് യൂഷ്വൽ എല്ലാ പെൺകുട്ടികളെയും പോലെ അച്ഛയാണ് ഹീറോ. പിന്നെ ഏട്ടനും ആമയും ഭദ്രയും തത്തയും എന്തിനും ഏതിനും ഒരുമിച്ചാണ്. തത്തയാണ് മൂത്തത്. ഭദ്രയും ആമിയും വെച്ച് നോക്കുമ്പോൾ ഭദ്രയാണ് 5 മിനിറ്റ് മുമ്പേ ലാൻഡായത്. അതുകൊണ്ട് തന്നെ ആമിയെ 2 പേരും കൂടെ പൊതിഞ്ഞു പിടിച്ചാണ് നടപ്പ്. ഇപ്പം ബീച്ചിൽ ആരു, റാം, ആദി, പാറു, സായി, അഞ്ജു കപ്പിൾസ് എല്ലാവരും കൂടി കടലിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നു. ഗ്രാൻഡ് പാരൻസും ചിത്രാമ്മയും തൊട്ടപ്പുറത്തായി ഇരിപ്പുണ്ട്. മനുവും അജുവും കൂടെ വെള്ളത്തിൽ കളിക്കുന്ന ഭദ്രയ്ക്കും തത്തയ്ക്കും കാവൽ നിൽക്കുമ്പോൾ ആമിമോൾക്ക് മണൽ കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് കണ്ണൻ. സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ. ആ കുടുംബത്തെ നോക്കി അങ്ങകലെ നിന്നിരുന്ന അസ്തമയ സൂര്യൻ മടിയോടെ അസ്തമിക്കുമ്പോൾ നല്ലൊരു നാളേക്കായി കാത്തിരിക്കുകയാണ് കൈലാസം കുടുംബം.